ഞങ്ങക്ക് ഇവിടെ ഇത്രയും വലിയ മിനി ഗോവ ഉണ്ടാകുമ്പോ എന്തിനാ ഒരു ഗോവ? അപ്പൊ നടന്ന് നമ്മളിപ്പം ഗോവയിലെത്തി. എന്ത് മനോഹരമായ ബീച്ച്, എന്ത് നല്ല സ്ഥലം. ചേട്ടാ ഗോവയല്ല, മിനി ഗോവ. ഓ ആ ശരിയാ. ശരിക്കും ഇവിടത്തേക്ക് എങ്ങനെ വരുവാ? ഇതിപ്പോ നമ്മുടെ പ്രാദേശിക സ്ഥലമല്ലേ, പ്രാദേശിക ഗോവ. കോഴിക്കോട് ടൗണിലുള്ള ഒരാൾക്ക് 42 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ വടകരയിലാണെങ്കിൽ 8 കിലോമീറ്റർ വന്നാൽ ഗോവയായി. ഇപ്പം കോഴിക്കോട് നിന്ന് ഞാൻ വടകരയ്ക്ക് ഇങ്ങനെ വരുമ്പോഴേ ദേശീയപാത എങ്ങോട്ടാണ് തിരിക്കേണ്ടത്? നമുക്ക് പല സ്ഥലത്തൂടെ വരാം. കോഴിക്കോട് നിന്ന് വരുന്ന ഒരാൾക്ക് എളുപ്പം പയ്യോളിന്ന് തിരിഞ്ഞു വരിക. ആരോട് ചോദിച്ചാലും മതി മിനി ഗോവ. കുറെ ഇങ്ങോട്ട് എത്താൻ വേണ്ടി ബുദ്ധിമുട്ട്. നമുക്ക് ലൊക്കേഷനും ശരിക്കും എന്താ പറയുക സ്ഥലത്തിലേക്കുള്ള സൂചനകളോ അങ്ങനെയൊന്നും ബോർഡുകളൊന്നും കണ്ടില്ല. അപ്പൊ കുറെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് വന്നപ്പോ നമ്മൾ വേറെ സ്ഥലത്ത് എത്തിയത്. ചേട്ടാ നമ്മള് മുൻപ് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നില്ല. കടല് കുറേയും കൂടെ അങ്ങോട്ടായിരുന്നു, ഉൾവലിഞ്ഞ് നിൽക്കായിരുന്നു. ഇപ്പൊ വേലിയേറ്റത്തിന്റെ സമയത്ത് നമ്മൾ വന്നോണ്ടാ. ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് കരയാ. ഇങ്ങനെ ഒരു മീറ്ററുകളോളം നമുക്ക് നടന്ന് പോവാം, കുട്ടികൾക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. നല്ല വൈബാണ്. പൊതുവെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് വരാനൊക്കെ. എല്ലാരും പറയാറുണ്ട് മിനി ഗോവ മിനി ഗോവ. കുറച്ച് ഫ്രീ ആണ്, നല്ലൊരു ക്വയറ്റായ ഒരു സ്ഥലം. താമസിക്കാനൊക്കെ സൗകര്യം ഉണ്ടാവും, ഹോം സ്റ്റേ പോലുള്ള സൗകര്യങ്ങളുണ്ടാവും. നിലവിൽ ഇവിടെ അങ്ങനത്തെ സൗകര്യങ്ങൾ കൂടുതലായിട്ടൊന്നുമില്ല. നമ്മൾ പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ള ആലോചനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സേവ് ദ ഡേറ്റ് അല്ലേ? അതെ, ഞങ്ങളുടെ വടകര നാട്ടിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഇതും കൂടിയാ. പിന്നെ നല്ല അറ്റ്മോസ്ഫിയറും ഒക്കെയാണ്, ക്ലൈമറ്റും അടിപൊളിയാണ്. മിനി ഗോവയിൽ തുടങ്ങുക അല്ലേ? അതെ, സ്റ്റാർട്ടിങ് മിനി ഗോവയാ. ഇതല്ലാതെ ഇതിന്റെ പരിസരത്ത് ഇപ്പൊ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? പെരുന്ന വഴിക്കല്ലേ ചേട്ടാ നമ്മുടെ കടലാമ സംരക്ഷണ കേന്ദ്രം. അത് നമ്മളെ ബോർഡ് കണ്ട സ്ഥലം. വലിയൊരു ആമയൊക്കെ എന്തോ പറയുന്നത്. രണ്ടാള് മാത്രം വന്നേ? എങ്ങനെയുണ്ട് ഈ സ്ഥലം? ആദ്യമായിട്ടതോ നമുക്കൊന്ന് റീൽസ് എടുത്താലോ? ചെയ്തോ? ഇല്ലുമിനാറ്റി പാടിയാ പോരെ? എന്റെ താത്തന്റെ ബ്രൈറ്റ് ബിയ അടിപൊളി സ്ഥലം. ഫോട്ടോഗ്രാഫി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലം വേറെ ഇല്ല. അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം മറ്റേ വടകര കളരി പോലുള്ള സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ ഇരിങ്ങലിൽ പോവാം. ഇതിന്റെ തീരം തന്നെ പിടിച്ചു നടന്ന കോഴിക്കോട് ബീച്ച് എന്തായാലും നഷ്ടമായിരിക്കുമല്ലോ വന്നാലും മുതലാവും.